ഡിയർ കുഞ്ഞാപ്പൂസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് കോമ്പാക്റ്റ് ഓപ്പറേറ്റർ കോമ്പാക്റ്റ് സെറ്റിനെ പറ്റിയിട്ടൊക്കെ ആയിരുന്നു. അപ്പം ഈ കോമ്പാക്റ്റ് ഓപ്പറേറ്റർ കോമ്പാക്റ്റ് സെറ്റ് അതുപോലെ തന്നെ റിലേറ്റീവ്ലി കോമ്പാക്റ്റ് അല്ലേ. അപ്പോൾ എന്തായിരുന്നു റിലേറ്റീവ്ലി കോമ്പാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. റിലേറ്റീവ്ലി കോമ്പാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തായിരുന്നു, അതായത് ഏതൊരു സീക്വൻസ് എടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ സബ് സീക്വൻസിലെ അതിന് കോഷി സബ് സീക്വൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെയായിരുന്നു നമ്മൾ എന്ത് ചെയ്തത്, ഡിസ്കസ് ചെയ്തത് അല്ലേ, റിലേറ്റീവ്ലി. ഇനി അടുത്ത നമ്മൾ ഇതിന് എക്സാമ്പിളുകളാണ്, കുറച്ച് ഓപ്പറേറ്ററിനും കാര്യങ്ങൾക്കൊക്കെ ഉള്ള എക്സാമ്പിളുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ എക്സാമ്പിൾ C1 C2 എന്ന് പറയുന്ന രണ്ട് കോൺസ്റ്റൻറ്റുകളുണ്ട്, പോസിറ്റീവ് കോൺസ്റ്റൻറ്റുകൾ. അങ്ങനെയാണ് എം എന്ന് പറയുന്നിട്ടുണ്ട് എങ്കിൽ എന്താണ്, സെറ്റ് ഓഫ് ഓൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ വിത്ത് ബൗണ്ടഡ് function, that is modulus of x of t is less than 1 and modulus of x dash t. ഡെറിവേറ്റീവ് x dash എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്താണ്, ഇറ്റ്സ് ഡെറിവേറ്റീവ് അല്ലേ, ഡെറിവേറ്റീവ് ആണ് അല്ലേ. ഓക്കെ, അപ്പം ഡെറിവേറ്റീവും എന്താണ് വിച്ച് ഈസ് ലെസ് ദാൻ C2. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എന്താണ്, എം ഈസ് റിലേറ്റീവ്ലി കോമ്പാക്റ്റ് ആണെന്ന് പറയണം. എങ്ങനെ എം ഈസ് റിലേറ്റീവ്ലി കോമ്പാക്റ്റ് ആണ് എന്ന് പറയും, നമുക്ക് അർസലാസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. അർസലാസ് തിയർ ആവണമെങ്കിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്, ബൗണ്ടഡും അല്ലേ ഈക്വി കണ്ടിന്യൂസ് അല്ലേ ആണ് എങ്കിൽ എന്താണ് ബൗണ്ടഡ് സെറ്റും അതുപോലെ തന്നെ ബൗണ്ടഡ് സെറ്റും ആവുക, അതുപോലെ തന്നെ കണ്ടിന്യൂസ് അല്ലേ, യൂണിഫോം കണ്ടിന്യൂസ് അങ്ങനെ പറഞ്ഞാലും മതി. ഈക്വി കണ്ടിന്യൂസ് ആയാലും ഇത് ആണെന്ന് പറയാം. എന്താണ്, ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്, എം ഈസ് റിലേറ്റീവ്ലി കോമ്പാക്റ്റ് ആണ് എന്ന് പറയാം. ഈ കണ്ടീഷൻ എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. അതെങ്ങനെ പറയാമെന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെ മോഡുലസ് ഓഫ് എക്സ് ഡാഷ് ടി എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്താണ്, വിച്ച് ഈസ് ലെസ് ദാൻ C2, വിച്ച് ഈസ് ബൗണ്ടഡ് ആണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി, യൂണിഫോം കണ്ടിന്യൂസ് ആണ് എന്ന് കിട്ടി. ഓക്കെ, യൂണിഫോം കണ്ടിന്യൂസ്. ഇനി അടുത്തത് എക്സ് ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ വിച്ച് ഈസ് ലെസ് ദാൻ എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ലെസ് ദാൻ C2 ആണ്. ഇതിൽ നിന്നും എക്സ് ഡാഷിൻ്റെ ഡെഫിനിഷൻ എന്താണ്, സം എക്സ് ഓഫ് T1 മൈനസ് എക്സ് ഓഫ് T2 ഡിവൈഡഡ് ബൈ T1 മൈനസ് T2 അല്ലേ, T1 മൈനസ് T2 അല്ലേ, മോഡുലസ് വിച്ച് ഈസ് ലെസ് ദാൻ C2 അല്ലേ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോഡുലസ് ഓഫ് എക്സ് ഓഫ് T1 അല്ലേ മൈനസ് എക്സ് ഓഫ് T2 അല്ലേ വിച്ച് ഈസ് ലെസ് ദാൻ C2 ഇൻറ്റു മോഡുലസ് ഓഫ് T1 മൈനസ് T2 അല്ലേ. ദാറ്റ് മീൻസ് വിച്ച് ഈസ് ബൗണ്ടഡ്, എക്സ് ഓഫ് ടി ഈസ് ബൗണ്ടഡ് അല്ലേ, കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പം ഇതെന്താണ്, ബൗണ്ടഡ് ആണ് എന്നും കിട്ടി. അപ്പം ബൗണ്ടഡും യൂണിഫോം കണ്ടിന്യൂസും ആണ് എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, എം ഈസ് റിലേറ്റീവ്ലി കോമ്പാക്റ്റ് എന്ന് പറയാൻ പറ്റും. ഇതേപോലെ തന്നെ അടുത്തൊരു എക്സാമ്പിളാണ് ഓപ്പറേറ്റർ, കോമ്പാക്റ്റ് ഓപ്പറേറ്ററിൻ്റെ എക്സാമ്പിളാണ്. അതായത് C01, അതായത് C01 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് ഓഫ് ഓൾ കണ്ടിന്യൂസ് ഫങ്ഷൻ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0-1 അല്ലേ, അല്ലടോ. ഓക്കെ, കണ്ടിന്യൂസ് ഫങ്ഷൻ ഓൺ 0-1 ക്ലോസ്ഡ് ഇൻ്റർവെൽ 0-1ലുള്ള കണ്ടിന്യൂസ് ഫങ്ഷനാണ്. അപ്പോൾ ഈ സംഭവം തന്നെയാണ് കോമ്പാക്റ്റ്. അങ്ങനെയാണ് എങ്കിൽ ആ സെറ്റിൻ്റെ മുകളിലുള്ള എക്സ് എവിടെയുള്ള എലമെൻ്റാണ്, C01-ലാണ്. അങ്ങനെയാണ് എങ്കിൽ എ ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to t എക്സ് ഓഫ് ടി ഇൻറ്റു ഡി ടോ. ഓക്കെ, എക്സ് ഓഫ് ടോ ഇൻറ്റു ഡി ടോ, ഇവിടെ ടോ ആണ് പാരാമീറ്റർ ആയിട്ട് കേട്ടോ, ഡി ടോ എന്ന് പറയുന്നത് എന്താണ്, കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ആണ്. കോമ്പാക്റ്റ് ഓപ്പറേറ്റർ അറിയാലോ, കോച്ചി സീക്വൻസ് കൺവേ ചെയ്യാം അല്ലേ. ഇനി അടുത്ത കൺസെപ്റ്റ്സ് എന്താണ്, അടുത്തത് എക്സാമ്പിൾ ഉള്ളത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു C1 AB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ C1 AB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഓൾ കണ്ടിന്യൂസ് ഫങ്ഷൻ അത് കണ്ടിന്യൂസ് ഡെറിവേറ്റീവ് ആയിരിക്കണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, C1 AB എന്ന് പറയുന്നത്. ഓക്കെ, സ്പേസ് ഓഫ് കണ്ടിന്യൂസ് ഫങ്ഷൻ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ
AB, continuous function on closed interval AB with continuous derivative. പ്രത്യേകം ശ്രദ്ധിക്കുക, വിത്ത് കണ്ടിന്യൂസ് ഡെറിവേറ്റീവ്. അവിടുത്തെ നോം ഡിഫൈൻ ചെയ്യുന്നത് ഈ നോമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നോം ഡിഫൈൻ ചെയ്യുന്നത് നോം ഓഫ് എക്സ് ഓഫ് ടി C1. C1ലുള്ള നോം ഡിഫൈൻ ചെയ്യുന്നത് മാക്സിമം മോഡുലസ് ഓഫ് എക്സ് ഓഫ് ടി പ്ലസ് മാക്സിമം മോഡുലസ് ഓഫ് എക്സ് ഡാഷ് ഓഫ് ടി. അങ്ങനെയാണ് എങ്കിൽ എന്താ ഈ ഇവിടുത്തെ പ്രത്യേകത? ഈ എക്സ് ഓഫ് ടി എവിടെ ഉണ്ടായിരിക്കും? C1 ഉണ്ടായിരിക്കും. എക്സ് ഡാഷ് ഓഫ് ടിയും കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്, അപ്പോൾ അതും എവിടെ ഉണ്ടായിരിക്കും? C1 ഉണ്ടായിരിക്കും. സിയിലുള്ള ആർഗ്യുമെൻ്റാണ് അല്ലേ? അങ്ങനെയാണ് എങ്കിൽ നമ്മൾ എംബഡിങ് ഓപ്പറേറ്റർ പ്രത്യേകം ശ്രദ്ധിക്കുക. എംബഡിങ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഓഫ് എവിടെ നിന്ന് എങ്ങോട്ടാണ്? C1 ക്ലോസ്ഡ് എ ബിയിൽ നിന്നും CABയിലേക്കുള്ള മാപ്പാണ് എംബഡിങ് മാപ്പ്. എ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. കാരണം എന്താണ്? ഇത് കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. അപ്പോൾ കണ്ടിന്യൂസ് ഫംഗ്ഷനെല്ലാം എവിടെ ഉണ്ടായിരിക്കും? CABയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ എ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്നുള്ള ഓപ്പറേറ്റർ എംബഡിങ് ഓപ്പറേറ്റർ എന്താണ്? കോമ്പാക്റ്റ് ഓപ്പറേറ്ററാണ്. ഇവിടെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിറ്റ് ബോൾ ഇൻ C1 AB എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രീ കോമ്പാക്റ്റ് സെറ്റാണ്. എവിടെ അല്ലേ? ഇമേജ് ഓഫ് അല്ലെങ്കിൽ യൂണിറ്റ് ബോൾ ഓഫ് C1 ഈസ് എ പ്രീ കോമ്പാക്റ്റ് സെറ്റ് ആയിരിക്കും. ഇത് CABയിൽ. അത് ഏതും വെച്ചിട്ടാണ് പറയുന്നത്? കാരണം എംബഡിങ് ഓപ്പറേറ്ററാണ്, അതായത് അതെന്താണ്? കോമ്പാക്റ്റ് ഓപ്പറേറ്ററാണ്. അപ്പോൾ ഇമേജ് ഓഫ് പ്രീ കോമ്പാക്റ്റ് സെറ്റ് ഈസ് പ്രീ കോമ്പാക്റ്റ്. നമ്മൾ അർസല തിയറത്തിൻ്റെ താഴത്ത് നമ്മൾ നോട്ടാക്കിയിട്ട് റിമാർക്കാക്കിയിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ അർസല തിയറത്തിൻ്റെ അത് ഉപയോഗിച്ചിട്ടാണ് ഈ കൺസെപ്റ്റ്സ് പറയുന്നത്. അടുത്തതൊരു ഡെഫിനിഷനാണ്, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷനാണ്. അപ്പോൾ എന്താണ് നെറ്റ് എന്നുള്ളതാണ്. എപ്സിലോൺ നെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് എക്സ് എന്ന് പറയുന്ന ഒരു മെട്രിക് സ്പേസ്, അവിടെ ഒരു സബ്സെറ്റ് ഉണ്ട് എ എന്ന് പറയുന്നത്. ആ സെറ്റിനെ നമ്മൾ ഈ എപ്സിലോൺ നെറ്റ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്താണ്? ഏതൊരു എക്സ് എടുത്തിട്ടുണ്ടെങ്കിലും, ഇതാണ് നമ്മളുടെ സെറ്റ് എ, ഇവിടെയുള്ള ഏതൊരു എക്സ് എടുത്തിട്ടുണ്ടെങ്കിലും അവിടെ ഒരു വൈ എക്സിസ്റ്റ് ചെയ്യണം. എന്താണ് ആ വൈൻ്റെ പ്രത്യേകത? ഒരു വൈ ഉണ്ടായിരിക്കും. ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? എപ്സിലോണിനെയും കാട്ടിൽ കുറവായിരിക്കും. അതായത് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഡി മെട്രിക്കിലെ ഡി ഓഫ് എക്സ് കോമ വൈ അല്ലേ ഇത് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. ദാറ്റ് മീൻസ് ഡി ഓഫ് എക്സ് കോമ അവിടെ മെട്രിക് സ്പേസ് ആയതുകൊണ്ടാണ് ഞാൻ ഡിസ്റ്റൻസ് എന്നെടുത്ത്. ഇത് നോമിൽ എന്തെന്നാ വരിക? നോം ഓഫ് എക്സ് മൈനസ് വൈ ഈസ് ലെസ് ദാൻ എപ്സിലോൺ. അതായത് ഒരു എ എന്ന് പറയുന്ന സബ്സെറ്റിനെ, ഒരു മെട്രിക് സ്പേസിൻ്റെ സബ്സെറ്റിനെ നമ്മൾ എന്ത് പറയണം? എപ്സിലോൺ നെറ്റ് എന്ന് പറയണമെന്നുണ്ട് എങ്കിൽ, ഈഫ് ആൻഡ് ഓൺലി ഇഫ് അങ്ങനെ പറയണമെന്നുണ്ട് എങ്കിൽ എക്സ് ഏതൊരു എക്സിനും അല്ലെങ്കിൽ എല്ലാ എക്സിനും അങ്ങനെ പറയാം. എല്ലാ എക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ, ഏതൊരു എക്സ് എടുത്തിട്ടുണ്ടെങ്കിലും അവിടെ ഒരു വൈ കുഞ്ഞാപ്പ് ഉണ്ടായിരിക്കും. ആ വൈ കുഞ്ഞാപ്പിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. അതിൻ്റെ ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. അതിൻ്റെ മീനിങ് എന്താണ്? മെട്രിക് ഓഫ് ഡിസ്റ്റൻസ് ഓഫ് എക്സ് കോമ വൈ ഈസ് ലെസ് ദാൻ. ഡി എന്ന് പറയുന്ന മെട്രിക്കാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ അല്ലെങ്കിൽ നോം ഓഫ് എക്സ് മൈനസ് വൈ ഈസ് ലെസ് ദാൻ എപ്സിലോൺ. ഇത് രണ്ട് മെട്രിക്ക് നോംഡ് സ്പേസിൽ മെട്രിക്ക് ഡിഫൈൻ ചെയ്യുന്ന ഈ ഇതിലാണ് നോം ഉപയോഗിച്ചിട്ടാണ് മെട്രിക്ക് ഡിഫൈൻ ചെയ്യുക. അപ്പോൾ അടുത്തതൊരു ലെമ്മയാണ്, ഇമ്പോർട്ടൻ്റ് ലെമ്മ. എന്താ ലെമ്മ നോക്കാം. അപ്പോൾ ലെമ്മ സ്റ്റേറ്റ് ചെയ്യുന്നത് ലെമ്മ സ്റ്റേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് നോക്കാം. എം ഈസ് റിലേറ്റീവ്ലി കോമ്പാക്റ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ്. എം എന്താണ്? റിലേറ്റീവ്ലി കോമ്പാക്റ്റ്. റിലേറ്റീവ്ലി കോമ്പാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്താണ്? എവരി സീക്വൻസ് ഹാസ് എ കോച്ചി സീക്വൻസ് അല്ലേ? കോച്ചി സബ് സീക്വൻസ്. ഐ എം വെരി സോറി. അപ്പം റിലേറ്റീവ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഫോർ എവറി എപ്സിലോൺ ദർ എക്സിസ്റ്റ് എ ഫൈനൈറ്റ് എപ്സിലോൺ നെറ്റ് ഇൻ യാം. ഫൈനൈറ്റ് എപ്സിലോൺ നെറ്റ് ഇൻ യാം നെറ്റ് ഉണ്ടായിരിക്കും. ഫൈനൈറ്റ് എപ്സിലോൺ നെറ്റ് ഉണ്ടായിരിക്കും. അതാണ് നമുക്ക് പ്രൂവ് ചെയ്ത്. നമുക്ക് ആദ്യം അസ്യൂം ചെയ്യാണ് പ്രൂഫ്. പ്രൂഫ് അസ്യൂം ചെയ്യാണ് നമ്മൾ എം ഈസ് റിലേറ്റീവ്ലി കോമ്പാക്റ്റ്.
എം ഈസ് റിലേറ്റീവ്ലി കോമ്പാക്റ്റ്. അങ്ങനെ എം ഈസ് റിലേറ്റീവ്ലി കോമ്പാക്റ്റ് ആണ് എങ്കിൽ നമുക്ക് ഇനി എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ ദർ എക്സിസ്റ്റ് ഒരു എപ്സിലോൺ നെറ്റ് ഉണ്ട്, ഫൈനൈറ്റ് എപ്സിലോൺ നെറ്റ് ഉണ്ട് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. സപ്പോസ് നമുക്ക് അസ്യൂം ചെയ്ത് റിലേറ്റീവ്ലി കോമ്പാക്റ്റ്. സപ്പോസ് there does not exist അല്ലേ, does not exist അല്ല എന്നെങ്കിൽ സപ്പോസ് there exist a എപ്സിലോൺ നെറ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ എപ്സിലോൺ 0. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അങ്ങനെ ഒന്നും ഇല്ല എന്നെടുക്കുകയാണ്. അതായത് ഫോർ എവ്രി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a finite എപ്സിലോൺ നെറ്റ് എന്നുണ്ട് എന്ന് പറയണം. എപ്സിലോൺ നെറ്റ് ഇല്ല എന്നെടുക്കുക. ഒരു എപ്സിലോൺ, ഏതോ ഒരു എപ്സിലോൺ, ആ എപ്സിലോൺ ആണ് ഞാൻ ചൂസ് ചെയ്ത് എപ്സിലോൺ 0 എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ സപ്പോസ് there exists a എപ്സിലോൺ 0. ഓക്കെ, there exists an എപ്സിലോൺ 0. എപ്സിലോൺ 0 എന്നെടുത്തു. എപ്സിലോൺ 0ന് എന്താ പ്രത്യേകത? എപ്സിലോൺ 0ൻ്റെ പ്രത്യേകത എന്നാണ് പറയുന്നത് there exists അല്ലേ such that there is no there is no finite epsilon net. Okay, there is no finite. കാരണം എന്താ, ഫൈനൈറ്റ് എപ്സിലോൺ നെറ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. നമ്മൾ എന്താണ് പറയുന്നത്? ഫൈനൈറ്റ് എപ്സിലോൺ നെറ്റ് ഇല്ല എന്നെടുത്തു. ഓക്കെ, 0 നെറ്റ് ഇൻ എമ്മിലില്ല എന്നെടുത്തു. ഓക്കെ, അങ്ങനെ എമ്മിലില്ല എന്ന് നമ്മൾ എടുത്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും നോക്കാം. ഓക്കെ, എമ്മിലില്ല എന്നാണ് നമ്മൾ എടുക്കുന്നത്. എമ്മിലില്ല എന്ന് എടുത്തിട്ടുണ്ട് എങ്കിൽ നമ്മൾ എന്ത് സംഭവിക്കും നോക്കാം. അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? അവിടെ ഫോർ എനി അല്ലേ, ഫോർ എനി x1 ബിലോങ്സ് ടു എം ആൻഡ് അങ്ങനെയാണ് എങ്കിൽ there exists അല്ലേ, there exists an x2 belongs to m such that അല്ലേ, ഒരു x2 ഉണ്ടാവും, ഒരു x1 ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് എന്തുണ്ട് x2 ഉണ്ട്, x2 such that എന്തുണ്ടായിരിക്കും? നോം ഓഫ് അല്ലേ, ഡിസ്റ്റൻസ് അല്ലേ, ഡിസ്റ്റൻസ് ഓഫ് നോം ഓഫ് x1 മൈനസ് x2 എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ 0. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ചൂസ്. ഇനി നമ്മൾ ചെയ്യാൻ പോവുകയാണ് ഇവിടെ ചൂസ്. എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇങ്ങനത്തെ എല്ലാ കളക്ഷൻ്റെയും എടുക്കുക. ചൂസ് xn ബിലോങ്സ് ടു എം സച്ച് ദാറ്റ് നോം ഓഫ് xn മൈനസ് x1 ഗ്രേറ്റർ ദാൻ എപ്സിലോൺ, norm of xn minus x2 greater than epsilon not. ഓക്കെ, അങ്ങനെയുള്ള എല്ലാ കുഞ്ഞാപ്പുകളെയും നമ്മൾ എടുക്കാൻ പോവുകയാണ്. അപ്പം ഇങ്ങനെ എക്സെട്രാ നോം ഓഫ് xn മൈനസ് 1 ഓക്കെ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ എപ്സിലോൺ നോട്ട്. ഇങ്ങനെയുള്ള എല്ലാ കുഞ്ഞാപ്പുകളെയും നമ്മൾ എടുത്തു. അങ്ങനെയുള്ള ഇങ്ങനത്തെ എല്ലാ കുഞ്ഞാപ്പുകളെയും നമ്മൾ എടുത്തിട്ടുണ്ട് എങ്കിൽ, എടുത്തു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ആകുമ്പം ഈ സീക്വൻസ് ഫോർ ഓൾ, ഇവിടെ ഒരു കണ്ടീഷനും കൂടി പറയണം, എന്നാലേ നമ്മളുടെ കണ്ടീഷന് ഫോർ ഓൾ n ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ n. ഓക്കെ, അപ്പം ഫോർ ഓൾ n ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ n. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദി സീക്വൻസ് xn എന്ന് പറയുന്ന സീക്വൻസ് n ഈക്വൽ ടു വേർ ടു വേർ 1 to infinity. ഇത് എമ്മിലുള്ളൊരു സീക്വൻസാണ്. ഈ സീക്വൻസ് എന്താണ്? ഈ സീക്വൻസിൻ്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഹാസ് അല്ലേ, ഈ സീക്വൻസിന് എന്തില്ല? ഇതിന് ഏതൊരു സീക്വൻസ്? ഇറ്റ് ഹാസ് നോ കോഷി സബ് സീക്വൻസ് അല്ലേ, നോ കോച്ചി സബ്. അല്ലെങ്കിൽ ഈ സീക്വൻസ് നമ്മൾ എടുത്തിട്ടുണ്ട് എങ്കിൽ അല്ലേ, ഈ സീക്വൻസ് എടുത്തിട്ടുണ്ട് എങ്കിൽ കൺസിഡർ ദി സീക്വൻസ് ഇറ്റ് ഹാസ് നോ കോച്ചി അല്ലേ. എന്തുകൊണ്ടാണ് കോച്ചി സബ് സീക്വൻസ് ഇല്ലാത്തത്? അവിടെ നോക്കാം, എല്ലാ എന്താണ് എപ്സിലോണിനെയും കാട്ടിലും ഗ്രേറ്ററാണ്. ഇറ്റ് ഹാസ് നോ കോച്ചി സബ് സീക്വൻസ്. ഓക്കെ,
സീക്വൻസ് ഇല്ല. എവിടെയുള്ള എലമെൻ്റാണിത്? എമ്മിലുള്ള എലമെൻ്റാണ്. പക്ഷേ ആ സീക്വൻസിന് എന്തില്ല? കോച്ചി സബ് സീക്വൻസ് ഇല്ല എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് അതിൻ്റെ മീനിങ് എന്താണ്? ദാറ്റ് ഈസ് എം ഈസ് നോട്ട് പ്രീ കോമ്പാക്റ്റ്. ഓക്കെ, എം ഈസ് നോട്ട് പ്രീ കോമ്പാക്റ്റ്. എം എന്തല്ല? പ്രീ കോമ്പാക്റ്റ് അല്ല എന്ന് കിട്ടി. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എം ഈസ് പ്രീ കോമ്പാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്താണ്? കോൺട്രഡിക്റ്റ് അവർ അസംഷൻ അല്ലേ? കോൺട്രഡിക്റ്റ് അസംഷൻ അല്ലേ? നമ്മളുടെ അസംഷൻ എന്ത് ചെയ്തു? കോൺട്രഡിക്റ്റ് ചെയ്തു. therefore എം എന്താണ്? എമ്മിന് എന്തുണ്ട് എന്ന് കിട്ടി? for all epsilon greater than 0 there exists finite epsilon net അല്ലേ? exist finite epsilon net in M അല്ലെങ്കിൽ നെറ്റ് ഓഫ് എം അല്ലേ? എം ആണ് എന്ന് കിട്ടി. there exists epsilon net of M എന്ന് കിട്ടി. അപ്പോൾ ഈ സംഭവമാണ് നമുക്ക് എന്ത് ചെയ്തത് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്? കോൺവേഴ്സ് ആണ് പ്രൂവ് ചെയ്യാനുള്ളത്. ഇനി കോൺവേഴ്സ് എന്താ പ്രൂവ് ചെയ്യാൻ നോക്കാം. കോൺവേഴ്സ്ലി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം കോൺവേഴ്സ് നമ്മൾ പ്രൂവ് ചെയ്യണം. എന്തെന്ന് പ്രൂവ് ചെയ്യും? കോൺവേഴ്സ് ആയിട്ട് നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യും? ആദ്യം നോക്കാം. നമ്മൾ ആദ്യം എന്തെന്നാ ചെയ്യേണ്ടത്? സപ്പോസ് നമ്മൾ എന്താ അസ്യൂം ചെയ്യേണ്ടത്? എം ആസ് ഫൈനൈറ്റ് അല്ലേ? എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? എം ആസ് ഫൈനൈറ്റ് എന്തുണ്ടായിരിക്കും? ഫൈനൈറ്റ് ഈ നെറ്റ് ഓഫ് അല്ലേ? എമ്മിന് എന്തുണ്ടായിരിക്കും? ഫൈനൈറ്റ് എപ്സിലോൺ നെറ്റ് ഉണ്ടായിരിക്കും എന്ന് അസ്യൂം ചെയ്യണം അല്ലേ? സപ്പോസ് ജസ്റ്റ് മിനിറ്റ്. നമ്മളെന്തായിരുന്നു പ്രൂവ് ചെയ്യാനുള്ളത് എന്ന് ഒന്നുകൂടി നോക്കുക. കാരണം നമ്മളെ പ്രൂഫ് ഇതാവണ്ട വിചാരിച്ചിട്ടാണ്. എന്താണ്? ഫൈനൈറ്റ് എപ്സിലോൺ നെറ്റ് ഇൻ എമ്മിൽ ഉണ്ടായിരിക്കണം എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ? അപ്പം നമ്മൾ ഉണ്ട് എന്നെടുത്തു. എം ഫൈനൈറ്റ് എപ്സിലോൺ നെറ്റ് ഇൻ എം അല്ലേ? ദർ ഈസ് ഫൈനൈറ്റ് എപ്സിലോൺ നെറ്റ് അല്ലേ? എപ്സിലോൺ നെറ്റ് ഇൻ എം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? എം എന്താണ്? ഒരു എന്താണെന്ന് പ്രൂവ് ചെയ്യണം. എം ഒരു പ്രീ കോമ്പാക്റ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അതായത് കോച്ചി സീക്വൻസ് എല്ലാ സീക്വൻസിനും കോച്ചി സീക്വൻസ് ഉണ്ട് എന്ന് പറയണം. ഓക്കെ, അതല്ലേ നമുക്ക് പറയേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഫോർ ഓൾ കെ ബിലോങ്സ് ടു എൻ. ഓക്കെ, ബിലോങ്സ് ടു എൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ എൻ. അങ്ങനെയാണെങ്കിൽ ടേക്ക് നമ്മൾ എടുക്കുക എപ്സിലോൺ ഈക്വൽ ടു 1/2k. എപ്സിലോൺ കെ സഫിക്സ് കെ കേട്ടോ. എപ്സിലോൺ സഫിക്സ് കെ ഈക്വൽ ടു 1/2k എടുത്തു. ടേക്ക് എപ്സിലോൺ കെ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വേണ്ട, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2k എടുത്തു. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എം ആസ് ഫൈനൈറ്റ് എപ്സിലോൺ നെറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദർ ഈസ് ഫൈനൈറ്റ് അല്ലേ? ദർ ഈസ് സിൻസ് എന്ത് പറയാൻ പറ്റും? ദർ ഈസ് ഫൈനൈറ്റ്, നമ്മളുടെ കൺസെപ്റ്റ്സ് പ്രകാരം ഫൈനൈറ്റ് എപ്സിലോൺ കെ നെറ്റ്. ഓക്കെ, എപ്സിലോൺ കെ നെറ്റ് ഇൻ എം ഉണ്ട് എന്ന് പറയാൻ പറ്റും. എപ്സിലോൺ കെ നെറ്റ് ഇൻ എം എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമുക്ക് എന്ത് പറയാം? അങ്ങനെ ഉണ്ട് എങ്കിൽ ഫോർ ഓൾ കെ. ഓക്കെ, ഫോർ ഓൾ കെ.
അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമുക്ക് എന്ത് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നമുക്ക് ബോൾ ഡിഫൈൻ ചെയ്യാൻ പറ്റും അല്ലേ. ബോൾ അതിന് വേണ്ടിയിട്ട് ഇനി പക്ഷേ ബോൾ ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പ്, കാരണം ഈ നെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഒരു നെയ്ബർഹുഡിൻ്റെ കൺസെപ്റ്റ്സ് തന്നെയാണ് സത്യത്തിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മുമ്പ് നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, അതായത് ഒരു സീക്വൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ കോച്ചി സീക്വൻസ് ഉണ്ട് എന്ന് പറയണം അല്ലേ. അപ്പോൾ നമ്മളൊരു സീക്വൻസ് എടുക്കാൻ പോവുകയാണ്. ഓക്കെ, സീക്വൻസ് എടുക്കാൻ പോവുകയാണ്. ലെറ്റ് സീക്വൻസ് xn n equal to 1 to infinity അല്ലേ. സീക്വൻസ് ഉണ്ട് എന്നെടുത്തു, ഇത് ബിലോങ്സ് ടു എമ്മിലുണ്ട് എന്നെടുത്തു അല്ലേ, എടുത്തു. അങ്ങനെയാണ് എങ്കിൽ, ഇങ്ങനെ ഒന്ന് എടുത്തിട്ടുണ്ട് എങ്കിൽ നിർബന്ധമായിട്ടും അല്ലേ എന്ത് ചെയ്യും, ഇത് മാത്രമാണോ നമ്മൾ ഉണ്ടാവുക, പക്ഷേ ഇത് മാത്രമല്ല ഉണ്ടാവുക. അതുപോലെ തന്നെ എപ്സിലോൺ കെ നെറ്റ് അല്ലേ, അതുപോലെ തന്നെ എപ്സിലോൺ കെ എന്ന് പറയുമ്പോൾ കെൻ്റെ സ്ഥാനത്ത് എന്നിലുള്ള ആളാണ്. അപ്പോൾ എപ്സിലോൺ 1 നെറ്റ് എന്ന് പറയുന്ന കുഞ്ഞാപ്പ് ഉണ്ടായിരിക്കും, നെറ്റ് എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ടായിരിക്കും. അതെന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും, ഡിവൈഡ്സ് അല്ലേ. അതിൽ ഈ കുഞ്ഞാപ്പ് ഡിവൈഡ്സ് ബിറ്റ്വീൻ ചെയ്യും ഏതിനെ, ഒരു ഓപ്പൺ ബോളും അല്ലേ. ഇതെന്ത് ചെയ്യും, ഡിവൈഡ്സ് സീക്വൻസ് xn, സീക്വൻസിനെയും സീക്വൻസ് ബിറ്റ്വീൻ അല്ലെങ്കിൽ ഡിവൈഡ്സ് ബിറ്റ്വീൻ സീക്വൻസ് അല്ലേ, അങ്ങനെയല്ലേ പറയാം, ബിറ്റ്വീൻ സീക്വൻസ് ആൻഡ് ബോൾ കണ്ടെയ്ൻ ഇൻ എപ്സിലോൺ നെറ്റ്. ഓക്കെ, ബോൾ അതായത് ഇവിടെ ഇപ്പം നമ്മൾ ഒരു നെയ്ബർഹുഡ് ഉണ്ട്, ഒരു സീക്വൻസ് എം, ഇതാണ് എം എന്നെടുത്തു. അതിൽ നമ്മളെന്ത് പറഞ്ഞു, ഒരു എപ്സിലോൺ നെറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു, എപ്സിലോൺ 1 നെറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. ആ എപ്സിലോൺ 1 നെറ്റ് ഉണ്ട് എങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സീക്വൻസ് ഉണ്ട് xn എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. അതിലെങ്ങനെ പോകുന്നുണ്ട്, ഇതായിരിക്കും എന്ന് വിചാരിക്കുക, അസ്യൂം ചെയ്യാം, അങ്ങനെ ആണെന്ന് വിചാരിക്കുക, ഇതാണ് ആ സീക്വൻസ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എങ്കിൽ നിർബന്ധമായിട്ടും ഈ E1 നെറ്റിൽ എപ്സിലോൺ 1 നെറ്റിലെ എന്ത് ചെയ്യും, ഈ സീക്വൻസും കടന്നു പോവും. അതുപോലെ തന്നെ അത് കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ ബോളുകൾ ഉണ്ടായിരിക്കും, ഫൈനൈറ്റ് ഓപ്പൺ ബോളുകൾ. ഓക്കെ, അല്ലെങ്കിൽ ഫൈനൈറ്റ് ഓപ്പൺ ബോളുകൾ ഉണ്ടായിരിക്കും. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫൈനൈറ്റ് ഓപ്പൺ ബോളുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഓരോന്നും വെച്ചിട്ട് അതാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഡിവൈഡ്. ഓക്കെ, ഡിവൈഡ് സീക്വൻസും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഫൈനൈറ്റ് നമ്പർ ഓഫ് ബോൾസ് അല്ലേ. ഇവിടെ ഞാൻ മാറ്റിയാണ് ഫൈനൈറ്റ് നമ്പർ ഓഫ് ബോൾസ് എന്നാക്കുക. ആൻഡ് ഇവിടെ ഞാൻ മാറ്റാൻ പോവുകയാണ് ഫൈനൈറ്റ് നമ്പർ ഓഫ് ബോൾസ്. ഫൈനൈറ്റ് നമ്പർ ഓഫ് ബോൾസ്. ഓക്കെ, ഇത് എവിടെയുള്ള, വിച്ച് ഈസ് കണ്ടെയ്ൻഡ് ഇൻ എവിടെ ഉള്ളതാണ്, കണ്ടെയ്ൻഡ് ഇൻ എപ്സിലോൺ നെറ്റ്. അങ്ങനെയാണ് എങ്കിൽ, അങ്ങനെ നമ്മൾ എടുത്തു, അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ ബോളിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ഇൻഫൈനൈറ്റ് സബ്സീക്വൻസ് ഉണ്ടായിരിക്കും xnൻ്റെ. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഇനി അടുത്തത് ചെയ്യാൻ പോവുകയാണ് ദർ ഈസ് അല്ലേ. ഇവിടെ എന്തുണ്ടായിരിക്കും, ദർ ഈസ് അറ്റ്ലീസ്റ്റ് വൺ ബോൾ അല്ലേ. ഒരൊറ്റ ഏതെങ്കിലും ഒരു ബോൾ എന്ത് ചെയ്യും, ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു സബ്സീക്വൻസ് ഉണ്ടായിരിക്കും ഏതിൻ്റെ, xnൻ്റെ ഏതെങ്കിലും ഒന്നിലും. ഓക്കെ, അതാണ് നമ്മൾ പറയുന്നത് അറ്റ്ലീസ്റ്റ് വൺ ബോൾ അല്ലേ, വൺ ബോൾ വിച്ച് അതെന്തായിരിക്കും, വിച്ച് കണ്ടെയ്ൻ ചെയ്യും ഇൻഫൈനൈറ്റ് സബ്സീക്വൻസ് ഫ്രോം ഒറിജിനൽ സീക്വൻസ് അല്ലേ, വിച്ച് കണ്ടെയ്ൻ infinite subsequence
സബ്സീക്വൻസ് ഉണ്ടായിരിക്കും, ഇൻഫൈനൈറ്റ് സബ്സീക്വൻസ് ഉണ്ടായിരിക്കും ഫ്രം ദി ഒറിജിൻ അല്ലേ, ഫ്രം ദി സീക്വൻസ് xn. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അപ്പം ഒറിജിനൽ സീക്വൻസ് ആയ സീക്വൻസ് xnൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനൊരു സീക്വൻസ് ഉണ്ടായിരിക്കും. അതിനെ ഞാൻ ടേക്ക് ദാറ്റ് സബ്സീക്വൻസ് എന്താക്കി ആ സബ്സീക്വൻസിനെ ഞാൻ മാറ്റി എഴുതാൻ പോവാണ്, xn1 എന്നെടുക്കാൻ പോവാണ്. അതിനെ ഞാൻ എന്ത് ചെയ്തു, xn1 എന്നെടുത്തു. ഇനി ഇതേ മോഡലിൽ തന്നെ ഇൻ സിമിലർ വേ നമ്മൾ ഈ മോഡലിൽ തന്നെ നമ്മൾ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇൻ സിമിലർ വേ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, സിമിലർ വേ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, എപ്സിലോൺ കെ നെറ്റ് ഉണ്ടാവുക, എപ്സിലോൺ കെ നെറ്റിൽ നെറ്റ് എടുക്കും. അങ്ങനെയാണെങ്കിൽ എപ്സിലോൺ കെ നെറ്റ് ഡിവൈഡ് ചെയ്യും എന്തിനെ, ദി സീക്വൻസ് the sequence നോക്കണേ xn k -1 പ്രത്യേകം ശ്രദ്ധിക്കുക, xn k -1 xn k -1 അല്ലേ, സീക്വൻസിനെ ഡിവൈഡ് ചെയ്യും. ഇതിനെ ഞാൻ വിളിക്കുകയാണ് എന്ത് പറയുക, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറയാം അല്ലേ, ഇത് ഈ സീക്വൻസിനെ xn k -1 n equal to 1 to where 1 to infinity between a finite എന്തായിരിക്കും, between finite number of അല്ലേ, finite number of ഇതേ രീതിയിൽ തന്നെ നേരത്തെ രീതിയിൽ തന്നെ finite number of balls അല്ലേ, finite number of balls ആൻഡ് ആ ബോൾസിൻ്റെ പ്രത്യേകത എന്തായിരിക്കും, ആൻഡ് ദർ ഈസ് വൺ ബോൾ അല്ലേ, ഒരു ബോൾ ഉണ്ടായിരിക്കും. ആ ബോളിൻ്റെ പ്രത്യേകത എന്താണ്, ദർ ഈസ് വൺ ബോൾ, ഒരു ബോൾ ഉണ്ടായിരിക്കും. ബോൾ കണ്ടെയ്ൻ ദാറ്റ് കണ്ടെയ്ൻ എന്ത് കണ്ടെയ്ൻ ചെയ്യും, ആൻ ഇൻഫൈനൈറ്റ് സബ്സീക്വൻസ് അല്ലേ, ഇൻഫൈനൈറ്റ് ഒരു ഇൻഫൈനൈറ്റ് സബ്സീക്വൻസ് ഉണ്ടായിരിക്കും. ഇൻഫൈനൈറ്റ് സബ്സീക്വൻസ് ഓഫ് ഏതിൻ്റെ സബ്സീക്വൻസ് ആയിരിക്കും, സീക്വൻസ് xn k -1ൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കുക, സീക്വൻസ് xn -1kൻ്റെ സബ്സീക്വൻസ് ഉണ്ടായിരിക്കും. ദാറ്റ് സബ്സീക്വൻസ്, ആ സബ്സീക്വൻസിനെ നമ്മൾ വിളിക്കും എന്തെന്ന് വിളിക്കും, സീക്വൻസ് ഈസ് xn സഫിക്സ് k, xn k n equal to 1 to infinity. ഇനി ഇങ്ങനെ നമ്മൾ എടുത്തിട്ടുണ്ട് എങ്കിൽ, അങ്ങനെ വരുമ്പം ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ബോളിൻ്റെ, അതായത് ഇവിടുത്തെ റേഡിയസ് എന്താണ്, ഈ ലാസ്റ്റത്തെ ആട്ടോ പറയുന്നത്, ലാസ്റ്റത്തെ ബോളിൻ്റെ പ്രത്യേകത എന്താണ്, ലാസ്റ്റത്തെ എപ്സിലോൺ കെ നെറ്റാണ്. അങ്ങനെ വരുമ്പോൾ ദാറ്റ് ബോൾ അല്ലേ, ആ ബോളിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളതാണ്. ഹെൻസ് ദാറ്റ് ബോൾ, ആ ബോളിൻ്റെ റേഡിയസ് എന്തായിരിക്കും, ബോൾസ് റേഡിയസ് എന്തായിരിക്കും, റേഡിയസ് ആർ എന്തായിരിക്കും, ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കും, എപ്സിലോൺ
കെ ആയിരിക്കും. ദാറ്റ് ഈസ് എപ്സിലോൺ കെ എന്ന് പറഞ്ഞാൽ 1/2k അല്ലേ. എപ്സിലോൺ കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/2k അല്ലേ, 1/2k ആണ് അല്ലേ. അപ്പോൾ എപ്സിലോൺ കെ ആയിരിക്കും. ദാറ്റ് മീൻസ് ഫോർ എവറി, നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. അതായത് ഫോർ എവറി m, n ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ n എടുത്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് എന്ത് കിട്ടും? വി ഹാവ്, നമുക്ക് സംഭവം ആൻസർ ആയി കഴിഞ്ഞു. നോം ഓഫ് എക്സ് എം കെ മൈനസ് എക്സ് എൻ കെ ഈസ് ലെസ് ദാൻ എന്തായിരിക്കും? ഓർ ഈക്വൽ ടു എപ്സിലോൺ കെ. ദാറ്റ് ഈസ് ലെസ് ദാൻ 1 ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്? 1/2k ആണ്. 1/2k ഈസ് ലെസ് ദാൻ എന്താണ്? k, 1/k. ഫോർ ഓൾ k ബിലോങ്സ് ടു വേർ n, നാച്ചുറൽ നമ്പർ n. നമ്മൾ സത്യത്തിൽ ഇതെന്താണ്? കൺസ്ട്രക്ട് ചെയ്താണ്. അതുപോലെ തന്നെ ഫോർ ഓൾ n, m ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ n. അപ്പം ഇത്രയും കാര്യങ്ങളാണുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇതിൽ നിന്നും എന്ത് കിട്ടി? ദസ് ഈ സംഭവത്തിൽ നിന്നും ദി സീക്വൻസ് എക്സ് കെ എന്ന് പറയുന്നത് ഈസ് എ കോച്ചി സബ് സീക്വൻസ് അല്ലേ, ഈസ് എ കോച്ചി സബ് സീക്വൻസ്. ഓക്കെ, ഇതെന്താണ്? ഒരു കോച്ചി സബ് സീക്വൻസ് ആണ് ഇൻ എം. അപ്പോൾ ഏതൊരു സീക്വൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ എക്സ് എന്ന് പറയുന്ന സീക്വൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോച്ചി സബ് സീക്വൻസ് കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് എന്ത് കിട്ടി? ഇതിൽ നിന്നും കിട്ടി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, എല്ലാം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം വാട്സാപ്പ് വഴിയോ ഗൂഗിൾ വഴിയോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.